പ്രകൃതിയിലേക്ക് മടങ്ങാമെന്നുള്ള എൻ്റെ തീരുമാനത്തിന് മൊട്ടനടിയാണ് എനിക്ക് കിട്ടിയത്. അതാണ് ആ മുരിങ്ങയില. ഇത് നന്നാക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ടാസ്ക്കാണ്. പക്ഷേ ഒരു സിനിമ വെച്ച് ഞാൻ അങ്ങോട്ട് നന്നാക്കി. പക്ഷെ അത് അതിനേക്കാളും വലിയ പണി കിട്ടി. ഒരൊറ്റ മണിക്കൂർ അതിൻ്റെ മുകളിൽ അങ്ങ് പോയി. പിന്നെ വേഗം ഞാൻ മുരിങ്ങയില കഴുകി പരിപ്പ് മുഖ്യം. പരിപ്പ് ഞാൻ അങ്ങോട്ട് വേവാൻ വെച്ചാൽ 2 വിസിൽ വരുമ്പോഴേക്കും മുരിങ്ങയില അതിലേക്ക് തട്ടുന്നു, അതിലേക്ക് പൊടികൾ ഇടുന്നു, ഒരു വിസിലും കൂടി അങ്ങ് അടുപ്പിക്കുന്നു. അല്ലെങ്കിൽ മുരിങ്ങയില അത്രയ്ക്ക് വെന്തൂന്ന് വരില്ല. മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്, വേറെ ഒരൊറ്റ പൊടികളും ഞാൻ അതിൽ ചേർക്കാറില്ല. നേരെ അത് വിസിലടിക്കുമ്പോഴേക്കും നമുക്കൊരു തേങ്ങ ഉടയ്ക്കാം. ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാനത് ഉടച്ചു. എനിക്കത്ര പരിചയമില്ല പരിപാടി, എന്നാലും ഞാൻ ചെയ്തു. എന്നിട്ട് തേങ്ങയൊക്കെ ചിരകി ജീരകം ഇട്ടിട്ട് അരച്ചങ്ങെടുത്തു. എന്നിട്ട് ഈ അരപ്പിലേക്ക് ആ അരപ്പ് അതിലേക്ക് അങ്ങ് ഒഴിച്ചു. പിന്നെ അതിലേക്ക് കുറച്ച് ഉള്ളി താളിച്ചങ്ങിട്ടു. സൂപ്പർ. പിന്നെ ഒരു മുട്ട ഓംലേറ്റും ഉണ്ടാക്കി ഞങ്ങൾ കാത്തിരുന്നു പൂമുഖ വാതിൽക്കൽ. അപ്പോഴേക്കും കുട്ടു എത്തി. ഞങ്ങൾ ഭക്ഷണം കഴിക്കലിലേക്ക് കടന്നു. എനിക്കറിയായിരുന്നു മുരിങ്ങില്ല എന്ന് പറഞ്ഞാൽ കുട്ടു ഒരു മീൻ വറുത്തത് വാങ്ങിയിട്ടേ വരുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. പാ